ദാറുൽ ഇഫ്തായിലേക്ക് വന്ന തുടർ ചോദ്യങ്ങൾ. ഞാൻ ജോലി ചെയ്യുന്നൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ മുതലാളി അദ്ദേഹം ഹറാമായ രീതിയിൽ കച്ചവടം ചെയ്യുന്നു. കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നു. അങ്ങനെയുള്ളൊരു മുതലാളിയുടെ കീഴിൽ ആ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ? എൻ്റെ സമ്പത്ത്, ഞാൻ അതിലൂടെ ഉണ്ടാക്കുന്ന സമ്പാദ്യം അത് ഹറാമാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഉത്തരത്തിൽ നമ്മൾക്ക് ആദ്യം പറയാനുള്ളത്, ഇസ്ലാമിക ശരീഅത്ത് മനസ്സിലാക്കിയ ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ മുതലാളി ചെയ്യുന്നത് ഹറാമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ചോദിച്ചത്. അപ്പം ഹറാം ചെയ്യുന്ന ഒരാളെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ മേൽ നിർബന്ധമാണ് ആ ഹറാം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. ആദ്യം മുതലാളിക്ക് അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തനം ഹറാമാണ്, ഇസ്ലാം നിരോധിച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗശ്ശ ഫലൈസ മിന്നി, ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖ, പരസ്പരം ഇടപാട് നടത്തുന്ന ആൾക്കാർ അവർ ആ കച്ചവടം ചെയ്ത് ആ സദസ്സിൽ നിന്നും വേർപിരിയുന്നതിൻ്റെ മുമ്പ് അവർക്ക് ആ കച്ചവടം അസാധുവാക്കാനും അവസരമുണ്ട്. എന്നിട്ട് തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ സദഖ വബയ്യന, ആ ഇടപാടിൽ അവർ സത്യം പാലിച്ചാൽ, സത്യസന്ധത പാലിക്കുകയും എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് തുറന്ന് വെളിവാക്കി പറയുകയും ചെയ്താൽ ബൂരിക ലഹുമ, ആ കച്ചവടത്തിൽ ആ രണ്ടാൾക്കാർക്കും ബർക്കത്ത് നൽകപ്പെടും. ഇനി വഇൻ കദബ, അവർ ആ കച്ചവടത്തിൽ ഇടപാടിൽ കളവ് നടത്തി, വകതമ, എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് മറച്ചു വെക്കുകയും ചെയ്താൽ മുഹിഖ ബറകത്തു ബൈഇഹിമ, ആ രണ്ടാൾക്കാരുടെയും കച്ചവടത്തിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടും, അതില്ലാതാക്കപ്പെടും. അപ്പോൾ ഈ രീതിയിലുള്ള ഹദീസുകൾ അദ്ദേഹത്തെ മുതലാളിയെ ഓർമ്മിപ്പിക്കുക. അദ്ദേഹം ആ പ്രവർത്തനം നിർത്തിയാൽ അൽഹംദുലില്ലാഹ് ഖൈർ. ഇത് കേട്ടിട്ടും അദ്ദേഹം തുടരുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ തൻ്റെ മുതലാളി കാണിക്കുന്ന ഈ കൃത്രിമം, അളവിലും തൂക്കത്തിലും കാണിക്കുന്ന കൃത്രിമം, അതിലൊരു പങ്കാളിയാകാതെ, അതിലൊരു സഹായിയാകാതെ പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് ആ സ്ഥാപനത്തിൽ ജോലി തുടരാൻ കഴിയുമെങ്കിൽ തുടരാവുന്നതാണ്. ഇനി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കാലത്തോളം തൻ്റെ മുതലാളി ചെയ്യുന്ന ആ ഹറാം, ആ പാടില്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ആ കാര്യത്തിൽ പങ്കാളിയാകാതെയും അതിന് സഹായിയാകാതെയും ആ സ്ഥാപനത്തിൽ തുടരാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ പൂർണ്ണമായിട്ടും അവിടുന്ന് ജോലി മാറണം എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ ഫത്വകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഈ ഉത്തരത്തിൽ. رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا